നമസ്കാരം. പണ്ടൊരു വലിയ പഴഞ്ചൊല്ലുണ്ട്. അതായത്, നിങ്ങൾ ഇട്ടാൽ ബർമുഡ, പക്ഷേ അത് ഞാനിട്ടാൽ വള്ളി നിക്കർ. ഈ ഒരു പഴഞ്ചൊല്ല് പല ആളുകളും പല സമയങ്ങളിലും പ്രയോഗിക്കാറുള്ളതാണ്. ഇന്ന് പ്രിയപ്പെട്ട മലയാളികൾക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു നടിയാണ് റിമ കല്ലിങ്കൽ. റിമ കല്ലിങ്കലിനെതിരെ കഴിഞ്ഞ ദിവസം തമിഴ് ഗായികയായിട്ടുള്ള സുചിത്ര വളരെ വലിയ ഒരു ആരോപണവുമായി രംഗത്ത് വരികയുണ്ടായി. റിമയുടെ കരിയർ നശിക്കാൻ കാരണം ലഹരി പാർട്ടികളാണ് എന്നുള്ളതായിരുന്നു അവരുടെ ആരോപണം. ഇതിനെ പല പ്രമുഖ മാധ്യമങ്ങളും വളരെ വലിയ രീതിയിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു, അത് ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തു. ഇന്ന് റിമ കല്ലിങ്കൽ രംഗത്ത് വന്നിരിക്കുന്നത് ഈ വാർത്ത അടിസ്ഥാനരഹിതമാണെന്നും ഇത് ഏതോ ഒരു പോയിന്റിൽ നിന്നും തനിക്കെതിരെ നടന്നിട്ടുള്ള ഗൂഢാലോചനയാണ് എന്നൊക്കെയാണ് റിമ കല്ലിങ്കലിൻ്റെ ആരോപണം. ഈ അവസരത്തിൽ ഞാൻ എന്തിനാണ് ആദ്യം ഈ വള്ളി നിക്കറിൻ്റെയും ബർമുഡയുടെയും കഥ പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം കേരളത്തിലെ പ്രശസ്തരും അപ്രശസ്തരുമായിട്ടുള്ള ഒരുപാട് നടന്മാർക്കെതിരെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ ആയിട്ടുള്ള നടിമാർ ആരോപണങ്ങളുമായി രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടതാണ്. മലയാള സിനിമാ ലോകത്ത് നമ്മളൊക്കെ ബഹുമാനിച്ചിരുന്ന സ്നേഹിച്ചിരുന്ന ആളുകളെക്കുറിച്ചൊക്കെ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ വന്നപ്പോൾ സത്യത്തിൽ നമ്മൾക്കാർക്കും വിശ്വസിക്കാൻ സാധിച്ചില്ല. പക്ഷേ ജൂനിയർ ആർട്ടിസ്റ്റുകൾ രംഗത്ത് വന്നത് എന്തെങ്കിലും തെളിവുകളുടെ ഒന്നും അടിസ്ഥാനത്തിലായിരുന്നില്ല. അവർ പറയുന്നത് ഒരു ഹോട്ടലിൽ വെച്ച് തന്നെ പീഡിപ്പിച്ചു, അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിലെ ടോയ്ലറ്റിൻ്റെ വഴിയിൽ വെച്ച് തന്നെ പിന്നിൽ നിന്ന് പീഡിപ്പിച്ചു എന്നൊക്കെയുള്ള ആരോപണങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത്. അതും ഈ കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പോ 2 വർഷത്തിന് മുമ്പോ അല്ലെങ്കിൽ 1 മാസത്തിന് മുമ്പോ അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്ക് മുമ്പോ നടന്ന സംഭവങ്ങളൊന്നുമല്ല. ഇതെല്ലാം ഏകദേശം 15 വർഷങ്ങൾക്ക് അല്ലെങ്കിൽ 10 വർഷങ്ങൾക്ക് ഒക്കെ മുമ്പ് നടന്നിട്ടുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ ആരോപണങ്ങളായി പലരും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലെ ഒരു സത്യം എന്താണ് എന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെ റിമ കല്ലിങ്കലിന് ഒരു കാര്യം മനസ്സിലാക്കുക, ആരോപണം ആർക്കും ഉന്നയിക്കാം, പക്ഷേ അതിന് സത്യമുണ്ടോ ഇല്ലയോ എന്ന് കണ്ടെത്തേണ്ടത് അന്വേഷണ ഏജൻസികൾ തന്നെയാണ്. പിന്നെ ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ടുന്ന ഒരു വിഷയമുണ്ട്. ഒരു ആരോപണവുമായി ആര് രംഗത്ത് വന്നാലും, അത് AMMലെ അംഗങ്ങൾക്കെതിരെ ആയാലും WCCയിലെ അംഗങ്ങൾക്കെതിരെയായാലും, ഒരാൾ തെളിവില്ലാത്ത ആരോപണങ്ങളുമായി വരുമ്പോൾ അത് കൊട്ടിഘോഷിക്കപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു നിലപാട് എന്ന് പറയുന്നത്. ഏതായാലും ഈ മാധ്യമങ്ങളാണ് ഓരോ മാധ്യമങ്ങളുടെയും നിലപാടുകൾ സ്വീകരിക്കുന്നത്. ഇന്ന് റിമ ഇൻ്റർവ്യൂ നൽകിയ ചാനലുകാർ പറയുന്നുണ്ട്, ഞങ്ങൾ റിമയുടെ ഈ ഒരു കാര്യം, അതായത് സുചിത്ര ഉന്നയിച്ചിട്ടുള്ള ഈ ലഹരി പാർട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വാർത്തയായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന്. അപ്പോൾ ആ ചാനലിനോട് നമുക്കൊരു മറുചോദ്യം ചോദിക്കാനുള്ളത് എന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മറ്റ് AMMയിലെ നടന്മാർക്കെതിരെ വന്നിട്ടുള്ള ആരോപണങ്ങൾ നിങ്ങൾ വളരെ ഗൗരവകരമായിട്ടും വളരെ ഉന്മേഷത്തോടു കൂടിയും ഒക്കെ റിപ്പോർട്ട് ചെയ്തു. അത് നിങ്ങൾക്ക് കൃത്യമായ തെളിവുകൾ നിങ്ങൾ ശേഖരിച്ചതിന് ശേഷമാണോ ഈ വാർത്തകൾ നൽകിയത് എന്നുകൂടി അറിയാൻ താല്പര്യമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ വാർത്താ ചാനലിനോട് നമുക്ക് ചോദിക്കാനുള്ളത്, ചിലർ ചെയ്യുമ്പോൾ അത് ചിലരിടുമ്പോൾ അത് ബർമുഡയും മറ്റ് ചിലർ ഇടുമ്പോൾ അത് വള്ളി നിക്കറും ആകുന്നത് എങ്ങനെയാണ് എന്നൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നാൽ നന്നായിരുന്നു. ഏതായാലും റിമ കല്ലിങ്കൽ വളരെ ശക്തമായിട്ട് തന്നെ ഇന്ന് പ്രതികരിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നലെ നിവിൻ പോളിക്കെതിരെ ഊന്നുകൽ പോലീസ് എടുത്ത കേസ്, ആ കേസിലും ശക്തമായിട്ട് തന്നെ നിവിൻ പോളി രംഗത്ത് ഇന്നലെ രാത്രി തന്നെ അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായി. ഈ പ്രതികരിക്കാൻ തയ്യാറായതിന് വളരെ അഭിനന്ദിക്കുകയാണ് വേണ്ടത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ന്യായമുള്ളത് കൊണ്ടാണ്. അദ്ദേഹം അത് കൃത്യമായി പറയുകയും ചെയ്യുകയുണ്ടായി. താൻ ഈ പെൺകുട്ടിയെ കണ്ടിട്ടില്ല, പക്ഷേ ഈ സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ചർച്ച ഒരു മാളിൽ വെച്ച് നടക്കുകയുണ്ടായി. അതല്ലാണ്ട് ഈ കുട്ടിയെ നേരിട്ട് കാണുകയോ ഈ കുട്ടിയുടെ ഫോൺ നമ്പറോ ഒന്നും നിവിൻ പോളിയുടെ കൈവശം ഇല്ല എന്ന് അദ്ദേഹം അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ റിമ കല്ലിങ്കൽ വന്നിട്ട് റിമ കല്ലിങ്കലിൻ്റെ നിരപരാധിത്വം കൃത്യമായി പറയുന്നുണ്ട്. കഴിഞ്ഞ 7 വർഷക്കാലം അവർ നടത്തിയ ധീരമായ പോരാട്ടങ്ങളുടെ ബാക്കിപത്രമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്നൊക്കെ പറയുമ്പോൾ മലയാളികൾക്ക് അവരോടൊരു ബഹുമാനമൊക്കെ തോന്നുക സ്വാഭാവികമാണ്. പിന്നെ റിമ കല്ലിങ്കൽ പറയുന്ന ചില കാര്യങ്ങളോട് എതിർപ്പുള്ളത് ഈ പുരുഷ മേധാവിത്വത്തെക്കുറിച്ചൊക്കെ പറയുമ്പോഴാണ്. ഒരു കാര്യം മനസ്സിലാക്കുക റിമ കല്ലിങ്കൽ, നമ്മളുടെ നാട്ടിൽ ഇപ്പോൾ
പെൺകുട്ടികൾ ആൺകുട്ടികളെ റാഗിങ് ചെയ്യുന്ന ഒരു സമയത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ നാട്ടിലൊന്നും ഇപ്പോൾ ആൺപെൺ വ്യത്യാസങ്ങൾ ഒന്നും ഇല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കുക. പിന്നെ ഏതെങ്കിലുമൊക്കെ തൊഴിൽ മേഖലയിൽ സ്ത്രീയെന്നും പുരുഷനും എന്നൊക്കെയുള്ള വിവേചനം ആരെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ അതുകൂടി അവസാനിപ്പിക്കപ്പെടേണ്ടതാണ്. ഏതെങ്കിലും പുരുഷൻ സ്ത്രീയെ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഏതെങ്കിലും സ്ത്രീ പുരുഷനെ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിലും അത് വളരെ ഗൗരവകരമായൊരു വിഷയമാണ് എന്നുകൂടി പറയട്ടെ. പക്ഷേ അതിനിടയിലും ഈ പുരുഷാധിപത്യമെന്നും ഒക്കെ പറഞ്ഞ് വിഷയത്തെ ചെറുതാക്കി കൊണ്ടുപോകരുത്. കാരണം റിമ കല്ലിങ്കലിനെതിരെ സുചിത്ര എന്ന ഒരു സ്ത്രീ ഉയർത്തിയ ആരോപണമാണ്, മറ്റ് ഏതെങ്കിലും പുരുഷ മേധാവിത്വം ഉയർത്തിയ ഒരു ആരോപണമല്ല. ഒരു സ്ത്രീ നിങ്ങൾക്കെതിരെ ഉയർത്തിയ ആരോപണങ്ങൾക്ക് നിങ്ങൾ പുരുഷന്മാരെ പഴിച്ചിട്ട് കാര്യമില്ല. ഇതിനു മുമ്പുള്ള ചില വാർത്തകളുടെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കാം സുചിത്ര ഒരുപക്ഷെ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും നിങ്ങൾ സുചിത്രയ്ക്കെതിരെ നിയമ നടപടികളുമായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. അതിനൊക്കെ എല്ലാവിധ പിന്തുണയും കേരളം നൽകും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. പക്ഷേ സ്വയം കുടുങ്ങാതിരിക്കാൻ ശ്രമിക്കുക. ഏതായാലും ഒരു കാര്യം കൂടി പറയട്ടെ, WCCക്കും AMMAയ്ക്കും ഒരേ നീതി തന്നെയാണ് വേണ്ടത്. AMMAയ്ക്ക് ഒരു നീതിയും WCCക്ക് മറ്റൊരു നീതിയും എന്നുള്ള രീതിയിൽ ആവരുത് കാര്യങ്ങൾ. കാരണം WCCയിലെ അംഗങ്ങൾക്ക് എതിരെ ഇപ്പോൾ രേവതിക്കെതിരെ വലിയ ശക്തമായൊരു ആരോപണം ഉയർന്നിട്ടുണ്ട്. രേവതി അതൊക്കെ നിഷേധിച്ചുവെങ്കിലും അതിൻ്റെ പുകമറകൾ ഇപ്പോഴും ഇവിടെ അവശേഷിക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതുകൊണ്ട് WCCയിലെ അംഗങ്ങൾക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾ എല്ലാം വെറുതെയും ഈ AMMAയുടെ അംഗങ്ങൾക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളെല്ലാം ശരിയും എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിത്രീകരിക്കാൻ തയ്യാറാവരുത്. ആരോപണങ്ങൾ എവിടെ നിന്ന് വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും വരാം. അതിനെ നേരിടുവാനായിട്ട് നിങ്ങൾ തയ്യാറാവുക. മറിച്ച് എനിക്ക് നേരെ ആരും ആരോപണം ഉന്നയിക്കരുത്, പക്ഷെ ഞാൻ ആർക്കെതിരെയും ആരോപണം ഉന്നയിക്കും എന്നൊക്കെ പറഞ്ഞാൽ അതിനെ അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.